ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മോർണിംഗിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഓഫാണ്. ഞാനപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോവാണ്. ഇവിടെ പിന്നെ തണുപ്പ് കാലം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട്. എനിക്ക് പിന്നെ ചെറിയൊരു തണുപ്പ് മതി, നല്ലപോലെ വരയ്ക്കാണ്. അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള ഒരു ടീഷർട്ടും ഒരു പാൻറ്റും അതിൻ്റെ മുകളിൽ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടാണ് രാവിലെ തന്നെ പോണത്. ഞങ്ങളിപ്പോൾ അഹല്യ ഹോസ്പിറ്റലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ കണ്ട തണുപ്പായതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നാലും സീറ്റും എല്ലാം ഫുള്ള് തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 7-7:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാണ്ടാവും, ഗ്ലൂക്കോസ് ടെസ്റ്റാണ് നമ്മൾ ഫാസ്റ്റിങ്ങിൽ എടുക്കണം. പിന്നെ ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷമുള്ള ബ്ലഡ് ഒന്ന് കളക്ട് ചെയ്തിട്ട് നോക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും രാവിലെ തന്നെ കുത്തിയെണീറ്റ് ഫുഡൊന്നും കഴിക്കാതെ ഞാൻ പോകുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, വിശപ്പിൻ്റെ അസുഖം കുറച്ച് കൂടുതലുള്ള ആളാണ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കണമെന്നുള്ളത്. ഇത് അഹല്യ മുസഫയിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഡോക്ടർ ഹരിതയാണ് എൻ്റെ ഡോക്ടർ. അപ്പോൾ ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ മാതിരി നല്ല കാറിൽ നിന്ന് ഇറങ്ങാനും കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. വയറ് കുറച്ചായിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്തായാലും ഇൻഷാ അള്ളാ നമ്മൾ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നേരെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. എത്രയും വേഗം പോയിട്ട് ബ്ലഡ് കൊടുക്കുക, അതിന് ശേഷം വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കേട്ടോ. എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തലകറക്കമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ലബോറട്ടറിയിലോട്ട് വെച്ച് പിടിച്ച് അവിടെ ചെന്നപ്പോൾ ആരും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെപ്പോലെ തന്നെ ഞാൻ മാത്രമല്ലല്ലോ ഭൂമിയിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറെയും കുറേ ആൾക്കാർ ഈ സെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബഷീർക്ക് അത് അവിടെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ഫോണിൽ കളിക്കുന്നുണ്ട്. ഞാൻ വന്ന ഉടനെ തന്നെ ബ്ലഡ് കൊടുക്കണം വിചാരിച്ചാണ്. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആണ്. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ശ്വാസം മുട്ടണ ഒറ്റയടിക്ക് വോയിസ് ഓവർ കൊടുത്തപ്പോൾ എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാണ് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുള്ള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജഷീർക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യത്തിലാണ്. എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. ഒന്നാമത് എനിക്ക് മധുരത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടക്കുറവുള്ള ആളാണ്. അങ്ങനെ എന്ന് വിചാരിച്ച് ഞാൻ തീരെ മധുരം കഴിക്കില്ല എന്നല്ല കേട്ടോ. രാവിലെ തന്നെ വെറും വയറ്റിൽ മധുരമുള്ള സാധനങ്ങളൊന്നും കഴിക്കണം എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചാൽ ഞാൻ ഛർദ്ദിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നാട്ടിൽ നിന്ന് ഈ ഒരു ടെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ നന്നായിട്ട് വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ഒരു ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് കൊടുത്തിട്ട് എങ്ങനെ ഏതെന്നൊന്നും അറിയില്ല. ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ബ്ലഡ് കൊടുത്തതിൻ്റെ കൂടെ തന്നെ അവർ നമുക്ക് ഒരു ചെറിയൊരു ബോട്ടിൽ കേട്ടോ. അതെന്താണെങ്കിലും ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. നാട്ടിൽ നിന്ന് ഇതുപോലെ 1 ലിറ്ററിൽ ഗ്ലൂക്കോസ് മിക്സ് ചെയ്തിട്ടാണ് അന്ന് കുടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു ബോട്ടിൽ നല്ല ഓറഞ്ച് ഫ്ലേവർ ആയിട്ടുള്ളൊരു ഗ്ലൂക്കോസ് ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഇങ്ങനെ തരിപ്പൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രൈറ്റൊക്കെ കുടിക്കുന്ന പോലെ. അപ്പോൾ അതൊക്കെ കുടിച്ച് അവിടെ വന്നിരിക്കുകയാണ്. ആ പെൺപിള്ള എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൊമിറ്റ് ചെയ്താൽ നാളെ വീണ്ടും വന്ന് റിപ്പീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അത് കുടിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ജഷീർക്ക് ഒരു 8:30 വരെയൊക്കെ എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൾക്ക് ഓഫീസിൽ പോകാൻ നേരമായപ്പോൾ ആൾ പോയിട്ടുണ്ടായി. സത്യത്തിൽ നല്ല ടെൻഷനായിട്ട് കേട്ടോ മൂപ്പര് പോണേ. മൂപ്പർക്ക് അറിയാം ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. വൊമിറ്റ് ചെയ്യലും ഛർദ്ദിക്കലൊക്കെ ആയിട്ട് ഭയങ്കര സീനായിരുന്നു ഈ പ്രഗ്നൻസി മൊത്തം. ഒരിത്തിരി പോലും 5 മിനിറ്റ് പോലും ഫുഡ് കിട്ടാൻ ലേറ്റ് ആവാൻ പാടില്ലായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു കട്ടൻ ചായ അതിൻ്റെ കൂടെ തന്നെ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതും കഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ റൂമിൽ ചെയ്യാറുള്ളൂ. അത് കഴിച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലോ കാര്യങ്ങളൊക്കെ ചെയ്യലുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ശീലിച്ച് വന്നിട്ട് ഫുഡില്ലാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്താണ് ഞാൻ കുട്ടികളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഡോക്ടർ വന്നിട്ടുണ്ടായില്ല. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് 9 മണിയായപ്പോൾ വന്നിട്ട് ബ്ലഡ് കൊടുത്തിട്ടുണ്ടായി. സെയിം കയ്യിൽ നിന്ന് തന്നെ കേട്ടോ അവർ ബ്ലഡ് എടുത്തത്. ഇതെനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു കയ്യിൽ ഇങ്ങനെ അടുത്തടുത്ത് വെയിനിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത്. അങ്ങനെ എന്താണെങ്കിലും ഒരു കയ്യിൽ നിന്ന് തന്നെ 2 കുത്തൊക്കെ കുത്തിയിട്ട് ബ്ലഡൊക്കെ കൊടുത്ത് ഞാൻ അടുത്തൊരു 1 ഹവറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ കൂടെ വേറൊരു ലേഡി ഉണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിരുന്ന് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിരുന്ന് ആ ഒരു സമയം പോയി. എന്താണെങ്കിലും എന്തോ ഭാഗ്യത്തിന് എനിക്ക് തലകറക്കമോ ക്ഷീണമൊന്നും അതുവരെ വന്നില്ല കേട്ടോ. നമ്മൾ നോമ്പെടുക്കുമ്പോൾ ഉണ്ടാവുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ബ്ലഡ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു ഫിലിപ്പൈനി പെണ്ണായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അയ്യോ ഭയങ്കര രസമായിരുന്നു. കുത്തുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മളെ പഠിക്കുന്ന സമയത്തുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെ 1 2 3 എന്ന് പറഞ്ഞിട്ടേ കുത്തുള്ളൂ. സൂചി എടുക്കുമ്പോഴും 1 2 3 എന്ന് പറഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. അത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ആൾ നല്ല എക്സ്പേർട്ടാണ്. ഒട്ടും പെയിൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും ഞാൻ ബ്ലഡൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയാണ് നമുക്ക് ഫുഡ് കഴിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. തിരിച്ചു പോകാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അടുത്തൊന്നും ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്നുകിൽ നമ്മളവിടെ പോകണം, അതല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ KMൻ്റെ അവിടെയൊക്കെ പോയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ എന്തായാലും ബ്ലഡ് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം പോയി വെള്ളം കുടിച്ചു. എനിക്ക് നല്ലപോലെ ദാഹിക്കാൻ തോന്നിയിട്ടുണ്ട്. ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു ഒരു ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി തോന്നിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ മെനക്കെട്ട് വന്നതല്ലേ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്ന് കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബ്ലഡ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിച്ച് അവിടെ നിന്ന് വേഗം ഇറങ്ങി.
ഇനി അടുത്ത ലക്ഷ്യം ഭക്ഷണം കഴിക്കുക, ഫുഡ് കഴിച്ചതിന് ശേഷം റൂമിൽ പോവുക, കിടന്നുറങ്ങുക. ഇതൊക്കെയാണ് അടുത്തൊരു ലക്ഷ്യമുള്ളത്. അപ്പം ഇതിനിടയ്ക്ക് ചേച്ചിയൊക്കെ കുറേ വട്ടം വിളിച്ചിട്ട് എന്തായി എന്ന് ചോദിച്ചിട്ട് ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ നടക്കുന്നത് പോകുന്നതൊന്നും അത്ര സേഫ് അല്ലല്ലോ. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആരും കൂടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തന്നെ എല്ലാവരും ചീത്ത പറയാറുണ്ട് നാട്ടിൽ വരാത്തതിന്. അപ്പം ഞാനത് ഈ ബാഗിൻ്റെ വലിപ്പം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് വേറെ എന്തെങ്കിലും സാധനമാണ്, ഫുള്ള് തിന്നാനുള്ള സാധനമാണ് കേട്ടോ. ഓറഞ്ച്, ബിസ്ക്കറ്റ്, പഴം, അങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വേഗം താഴത്തെ വെയിറ്റിംഗ് ഏരിയയിൽ വന്നിട്ട് ആ പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ടാക്സി പിടിച്ച് നേരെ എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്, ഡൈൻ ഔട്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ വന്ന് ഫുഡ് കഴിക്കുക. പിന്നെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഇല്ല, ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ എൻ്റെ റൂമിലോട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരെ ഡൈൻ ഔട്ടിൽ പോയി. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കിളി പാറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10:30 മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര സമയം ഞാൻ ഇതുവരെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ വന്ന് ഞാൻ വേഗം ചായ, ഒരു ഗീ റോസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തു. കണ്ടോ 10:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ചായ വന്നിട്ടുണ്ട് കേട്ടോ. വിത്തൗട്ട് ചായയാണ് ഓർഡർ ചെയ്തത്. ഡയറ്റ് എടുത്ത അന്ന് മുതൽ ഞാൻ വിത്തൗട്ട് ചായ കുടിക്കുള്ളൂ കേട്ടോ. പക്ഷേ കട്ടൻ ചായയിലൊക്കെ മധുരമിട്ട് കുടിക്കും. അങ്ങനെ കുറച്ച് സമയം ചായയൊക്കെ കുടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഗീ റോസ്റ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിട്ടൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ പാത്രത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ട് അത് വെക്കുമ്പോൾ ടേബിളിൽ തട്ടണ പോലെ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ സാധനം അവർ ടേബിളിൽ വെച്ചിരുന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ കയ്യിൽ പൊക്കി പിടിച്ചെടുത്തിട്ട് മടക്കി അതിനകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് വന്നതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനൊന്നും നോക്കിയില്ല. എത്രയും വേഗം അത് തിന്നുക, അതിന് ശേഷം റൂമിൽ പോകുക, ഇത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരുപാട് സമയം എടുത്തിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അത്രയും സമയം പട്ടിണി കിടന്നുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ നല്ലപോലെ വൊമിറ്റ് ചെയ്യാനും വരുന്നുണ്ടായിരുന്നു, പിന്നെ ക്ഷീണം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് ടാക്സി വിളിച്ച് പോകാനുള്ള ദൂരമില്ല, എന്നാൽ നടക്കാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചത്. കാരണം ആ സമയത്ത് എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഞങ്ങളുടെ വില്ലയുടെ ഈ സെക്ഷനിലോട്ട് കടന്ന് ടാക്സി കിട്ടാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി. ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിത്തടഞ്ഞ് നടന്ന് റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. തലകറങ്ങണ പോലെ എന്തൊക്കെയോ ക്ഷീണം തോന്നി. അത്രയും സമയം ഭക്ഷണം കഴിക്കാതെ പെട്ടെന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഗ്യാസ് കയറിയതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എഫക്റ്റാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.